നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 2000 വർഷത്തെ ചരിത്രം തിരുത്തി പെസഹ ദിനത്തിൽ സ്ത്രീകളുടെ കാൽ കഴുകൽ. ലത്തീൻ പള്ളികളിൽ വൈദികർ സ്ത്രീകളുടെ കാൽ കഴുകി. ഇതര സഭകൾ മാർപ്പാപ്പയുടെ ആഹ്വാനം പരിഗണിച്ചില്ല. വർണ്ണങ്ങളിൽ നിറഞ്ഞാടി ഉത്തരേന്ത്യയിൽ ഹോളി ആഘോഷം. സർക്കാരിന്റെ ഭൂമിദാനം തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ LDF. അധികാരത്തിൽ വന്നാൽ ഉത്തരവുകൾ റദ്ദാക്കുമെന്ന് കോടിയേരി. LDF സീറ്റ് വിഭജനം കഴിഞ്ഞാൽ ഉടൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് CPIM. കോൺഗ്രസ് ലീഗ് ചർച്ചയിൽ ധാരണയായില്ല. BJP രണ്ടാം പട്ടിക നാളെ. VD രാജപ്പൻ അന്തരിച്ചു. അന്ത്യം കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ. ഓർമ്മയായത് കഥാപ്രസംഗ കലയിൽ ഹാസ്യവഴി തീർത്ത കലാകാരൻ. സംസ്കാരം നാളെ കോട്ടയത്തെ വീട്ടുവളപ്പിൽ. കലാഭവൻ മണിയുടെ മരണകാരണം കണ്ടെത്താൻ വിദഗ്ധ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും. സ്വാഭാവിക മരണമെന്ന നിഗമനത്തിൽ ഉറച്ചു പോലീസ്. കൊലപാതകത്തിനോ ആത്മഹത്യക്കോ തെളിവില്ല. കസ്റ്റഡിയിലുണ്ടായിരുന്ന മണിയുടെ സഹായികളെ വിട്ടയച്ചു. ജമ്മുകശ്മീരിൽ സർക്കാർ രൂപീകരണത്തിന് വഴിതെളിയുന്നു. മെഹബൂബ മുഫ്തിയെ PDP പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തു. ഹൈദരാബാദ് സർവകലാശാലയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം രൂക്ഷം. കനയ്യകുമാറിന് നേരെ ചെരുപ്പേറ്. രോഹിത് വെമുലയുടെ മാതാവ് നിരാഹാരത്തിൽ. സർക്കാരിന്റെ അനധികൃത ഭൂമി കൈമാറ്റങ്ങളെ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരണായുധമാക്കി CPIM. അവസാന മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. KPCC പ്രസിഡന്റിനേക്കാൾ സർക്കാരിൽ സ്വാധീനം വിവാദസ്വാമി സന്തോഷ് മാധവനാണെന്ന് കോടിയേരി പരിഹസിച്ചു. ഇടതുമുന്നണി ഭരണത്തിൽ വന്നാൽ വിവാദ തീരുമാനങ്ങൾ റദ്ദാക്കുമെന്നും കോടിയേരി പറഞ്ഞു. P. ജയരാജന്റെ മത്സരത്തെ തള്ളിക്കളയാത്ത കോടിയേരി എല്ലാവരും മത്സരിക്കുന്ന രീതി CPM-ൽ ഇല്ലെന്നും വ്യക്തമാക്കി. അവസാനത്തെ 3 മന്ത്രിസഭാ യോഗങ്ങളെടുത്ത 822 തീരുമാനങ്ങളിൽ ഒട്ടുമിക്കതും കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതാണെന്ന് കോടിയേരി പറഞ്ഞു. സാമാന്യ ബുദ്ധിയുള്ള ഏതെങ്കിലും മന്ത്രി സന്തോഷ് മാധവന് വേണ്ടി ഉത്തരവിൽ ഒപ്പിട്ട് കൊടുക്കുമോ എന്നും കോടിയേരി ചോദിക്കുന്നു. ഇതിന്റെ എല്ലാം പിന്നിൽ ഉമ്മൻചാണ്ടിയാണ്. KPCC പ്രസിഡന്റിനേക്കാൾ സർക്കാരിൽ സ്വാധീനം സന്തോഷ് മാധവനാണ്. അതുകൊണ്ട് തന്നെ അവസാന മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട കോടിയേരി ഇടതുമുന്നണി ഭരണത്തിൽ വന്നാൽ തണ്ണീർത്തട നെൽവയൽ സംരക്ഷണത്തിനെതിരെ എടുത്ത എല്ലാ തീരുമാനങ്ങളും റദ്ദാക്കുമെന്നും കൂട്ടിച്ചേർത്തു. VM സുധീരൻ പോലും ഇതിൽ ആക്ഷേപം ഉന്നയിച്ചിട്ട് തിരുത്താൻ കഴിയാത്തത് അഴിമതി ഇവിടെ ഭാഗമായിട്ടെടുത്ത തീരുമാനങ്ങളാണ്. ഇതിലിവർ വലിയ കോടിക്കണക്കിന് ഉറുപ്പിക പങ്കുപറ്റിക്കഴിഞ്ഞു. അതുകൊണ്ട് ഈ തീരുമാനങ്ങളെക്കുറിച്ചെല്ലാം ഒരു ഉന്നതതല അന്വേഷണം നടത്തണം. ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ ഉയരുന്ന പോസ്റ്ററുകൾക്ക് പിന്നാലെ പോകാൻ പാർട്ടിയില്ല. ഇതിൽ ആരും വേവലാതിപ്പെടുകയും വേണ്ട. LDFന്റെ സ്ഥാനാർത്ഥികൾ പോലും വല്ലാത്തവർക്കെതിരായിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും പോസ്റ്റർ എഴുതി ഒട്ടിക്കുന്നതിൽ ഞങ്ങൾക്കത് ഉത്തരവാദിത്തമാണ് പാർട്ടിക്കാർക്കുള്ളത്. എവിടെയെങ്കിലും ആരെങ്കിലും ഒരു പോസ്റ്റർ എഴുതി വെക്കും. ആ പോസ്റ്റർ ആരെങ്കിലും മൊബൈൽ ഫോണിൽ പകർത്തും. എന്നിട്ട് അത് നിങ്ങൾക്കാർക്കെങ്കിലും തരും. കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് നിങ്ങളവിടെ ഉടനെ തന്നെ കൊടുക്കും. ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ആളുകൾ ഇവിടെയുണ്ട്. നിങ്ങളതിൽ പെട്ടുപോകണ്ട. VS കർമ്മനിരതനായ നേതാവാണ്. VS-ഉം പിണറായിയും മത്സരിക്കുന്നത് അണികളിൽ മതിപ്പ് വർദ്ധിപ്പിക്കും. അതേസമയം ജാമ്യത്തിലിറങ്ങിയ P. ജയരാജൻ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് കോടിയേരിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. ഈ പാർട്ടിയിലെ ഒരു വിഭാഗം സഖാക്കൾ മാത്രമേ ഇലക്ഷനിൽ മത്സരിക്കുള്ളൂ. ഭൂരിപക്ഷം പേർ ഇലക്ഷനിൽ മത്സരിക്കില്ല. സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി മാറി നിൽക്കും. അതുകൊണ്ടാണ് പല സെക്രട്ടറിമാരും മത്സരിക്കാത്തത്. സംസ്ഥാന സെക്രട്ടറി മത്സരിക്കില്ല, സെക്രട്ടറിമാർ മത്സരിക്കില്ല. സെക്രട്ടറിമാർ മത്സരിക്കുമ്പോൾ പകരം സെക്രട്ടറിയെ തിരഞ്ഞെടുക്കും. ഇതാണ് പാർട്ടിയുടെ സംവിധാനം. സെക്രട്ടറി മത്സരിച്ചാൽ പകരം ആളെ സെക്രട്ടറി സ്ഥാനത്തേക്ക് കണ്ടെത്തുമെന്ന് കോടിയേരി പറയുമ്പോൾ നിലവിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ P. ജയരാജന്റെ കാര്യത്തിലും അത് ബാധകമാക്കിയേക്കും. റിപ്പോർട്ടർ, കണ്ണൂർ. വിഷയത്തിൽ നമ്മോടൊപ്പം ഹരീഷ് വാസുദേവൻ, AR റഹീം CPM നേതാവ്, റോയ് കെ പോലോസ് ഇടുക്കി DCC പ്രസിഡന്റ്, A. ഷുക്കൂർ തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം A. ഷുക്കൂർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് കുറെ കൂടി കരുതൽ കാണിക്കേണ്ടിയിരുന്നു എന്നല്ലേ ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് തോന്നുന്നത്? മാത്രമല്ല, ഇക്കാര്യത്തിൽ ഭൂമി വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് റവന്യൂ വകുപ്പിൽ നിന്നുള്ള ഉത്തരവനുസരിച്ചാണ്. പക്ഷേ റവന്യൂ മന്ത്രി ഈ വരുന്ന തീരുമാനങ്ങളിൽ ഒന്നും മറുപടി പറയുന്നില്ല എന്ന് മാത്രമല്ല, ആദർശ രാഷ്ട്രീയത്തിലെ ചേറ് തിരിച്ചറിയും എന്നാണ് ചില നേതാക്കളെ ഉന്നം വെച്ചുകൊണ്ട് പറയുന്നത്. എന്താണ് റവന്യൂ മന്ത്രി കേരളത്തിലെ ഈ പറയുന്ന വിവാദ ഭൂമി ഇടപാടുകളെക്കുറിച്ച് പൊതുസമൂഹത്തോട് കൺവേ ചെയ്യാൻ, സംവേദനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്തായാലും ഗവൺമെൻറ് എടുത്ത ചില നടപടികൾ
അത് നിയമവിരുദ്ധമായ ചില നടപടികളായും പൊതു താല്പര്യത്തിന് വിരുദ്ധമായ നടപടികളായും ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് മാത്രമല്ല KPCCയുടെ ഉന്നത തലത്തിലുള്ള നേതാക്കളും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളായിട്ടുള്ള പല നിയമസഭയിൽ ഉള്ള നേതാക്കളും അടക്കം പലരും ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ അഭിപ്രായം പറയുകയുണ്ടായി. കാരണം ഗവൺമെൻറ് കൊണ്ടുവന്ന ഈ ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചില ഭൂമി സംബന്ധിച്ച ഇടപാടുകളിൽ അത് വ്യക്തതയോടുകൂടി അതിന്മേലെടുത്ത നിലപാടുകൾ പുനഃപരിശോധിക്കപ്പെടണം, പിൻവലിക്കപ്പെടണം. ഇത് പാടില്ല എന്നത് ഇതൊക്കെ ഒരു ചർച്ചയിൽ പറയാം. നമ്മളൊരു ചർച്ചയിൽ പറയുന്നത് പോലെ ഇങ്ങനെ വളച്ചുകെട്ടിയൊന്നും പറയുന്ന രീതിയിൽ വിട്ട് ഇത്തരം തീരുമാനങ്ങൾ എടുത്തവർ എന്തുകൊണ്ട് എടുത്തു എന്നൊരു പരിശോധന നടത്തുന്നത് വളരെ നന്നായിരിക്കില്ലേ? KPCC അധ്യക്ഷൻ ശ്രീ VM സുധീരൻ 3 മാസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന മന്ത്രിസഭയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു, വിവാദപരമായ ഒരു തീരുമാനവും എടുക്കരുത് എന്ന്. അവസാന കടുംവെട്ട് ക്യാബിനറ്റിൽ വിവാദ തീരുമാനങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് ഈ നടപടികൾ, റവന്യൂ വകുപ്പിലെ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ ആരും തന്നെ ഇതിൽ കുറ്റക്കാരല്ല എന്ന് നമ്മുടെ മുന്നിൽ റെക്കോർഡുണ്ടല്ലോ, മേൽത്തട്ടിലാണ് ഈ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത്, നടപടികൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആരെടുത്തു, എന്തുകൊണ്ടെടുത്തു എന്നത് സംബന്ധിച്ച ഒരു അന്വേഷണം അനിവാര്യമല്ലേ? നികേഷ്, ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റ് എടുത്ത നിലപാടുകൾ തിരുത്തപ്പെടണം എന്ന് തന്നെയാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. ഞങ്ങളെ പോലുള്ള പൊതുപ്രവർത്തകരും അതേ നിലപാടിൽ തന്നെ കാര്യങ്ങൾ പാർട്ടിക്ക് ദോഷകരമാകാതെ, ഭരണത്തിന് ദോഷകരമാകാതെ പോകണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ അതിനകത്ത് അവ്യക്തത ഉണ്ട്? ഞങ്ങൾ ഇത്തരം റവന്യൂ വകുപ്പിൽ നിന്ന് സമീപകാലത്ത് വന്ന തീരുമാനങ്ങളെല്ലാം നോക്കുക. ഈ തീരുമാനങ്ങളൊന്നും മാധ്യമങ്ങളിൽ വന്നില്ലായിരുന്നു എങ്കിൽ, അത് വിവാദമായിരുന്നില്ല എങ്കിൽ ഈ കേരളത്തിൽ റവന്യൂ ഭൂമി ഉണ്ടാകുമായിരുന്നില്ല, വനഭൂമി ഉണ്ടാകുമായിരുന്നില്ല. 1977 ജനുവരി 1 മുമ്പ് വനഭൂമി കയ്യേറുക്ക് പട്ടയം അനുവദിക്കാനുള്ള കേന്ദ്രാനുമതി 2010 വരെ ആക്കി ഉത്തരവിറക്കിയില്ലേ? 2005 വരെ ആക്കി ഉത്തരവിറക്കിയില്ലേ? പട്ടയഭൂമിയിൽ ക്വാറി തുടങ്ങുന്നതിന് വേണ്ടി അനുമതി നൽകിയില്ലേ? വൻകിട പദ്ധതികൾക്ക് 10 ഏക്കറിലധികം നെൽവയൽ നികത്തുന്നതിന് അനുമതി നൽകിയില്ലേ? കുമരകത്തെ മെത്രാങ്കായൽ, എറണാകുളത്തെ കടമക്കുടി, വൈക്കം താലൂക്കിലെ ചെമ്പിലെ 150 ഏക്കർ, ഇപ്പോൾ സന്തോഷ് മാധവൻ. ഈ തീരുമാനങ്ങൾ വെറുതെ അങ്ങനെ ഉണ്ടാകില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ നേട്ടം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാകും. അത് ആർക്കാണ് ആ നേട്ടം എന്നത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്താനാണ് നിങ്ങളുടെ KPCCയുടെ വൈസ് പ്രസിഡന്റ് VD സതീശൻ അടക്കമുള്ളവർ പറയുന്നത്. ആ കാര്യത്തിൽ ഒരു മറുപടി പറയാതെ ഇന്നലെ റവന്യൂ മന്ത്രി പറയുകയാണ് ഈ ആദർശ രാഷ്ട്രീയത്തിലെ ചേർ തിരിച്ചറിയുമെന്ന്. അങ്ങനെയാണോ ഒരു റവന്യൂ മന്ത്രി പറയേണ്ടത്? ഞാനാണ് തീരുമാനമെടുത്തെങ്കിൽ ഞാനാണെന്ന് പറയണം, വ്യവസായ മന്ത്രിയാണ് എടുത്തിട്ടില്ലെങ്കിൽ വ്യവസായ മന്ത്രി എന്ന് പറയണം. അത് പറയണ്ടേ ഷുക്കൂർ? നിങ്ങൾക്കൊക്കെ തെരഞ്ഞെടുപ്പിന് പോകാനുള്ളതല്ലേ? നികേഷ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ അത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള കൂട്ടുത്തരവാദിത്തം തനിക്കു കൂടിയുള്ളതാണ്. താനാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ പിൻവലിച്ചു കൊണ്ടുവന്നപ്പോൾ വ്യക്തതയോടുകൂടിയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയും ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു. ഇപ്പോൾ തന്നെ ഹോപ്സ് പ്ലാന്റേഷന്റെ ഭൂമി സംബന്ധിച്ചുള്ള കാര്യത്തിൽ നിയമപരമായ ചില കടമ്പകൾ കൂടി അല്ലെങ്കിൽ പരിശോധനകൾ കൂടി വേണ്ടി അതും നടപടിയെടുക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അല്ലാതെ ഇതെല്ലാം ജനങ്ങളെ കബളിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് പോകാൻ തെറ്റാണ് അല്ലെങ്കിൽ നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടത് അതിൽ തീരുമാനമെടുത്തു പോയൊരു ഗവൺമെന്റിനെയാണ് ഇവിടെ കാണാൻ കഴിയുക. ഇപ്പം തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇതുമായി സംബന്ധിച്ച് പല അഭിപ്രായങ്ങൾ ഉണ്ടാക്കി അതിൽ രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് മുന്നോട്ട് പോകാം. നമുക്കറിയാമല്ലോ 2010 മെത്രാങ്കായൽ. റോയ് കെ പോലോസ്, ഇടുക്കി DCC പ്രസിഡന്റ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ റോയ് കെ പോലോസ്, ഒരു ലിസ്റ്റ് അല്പം മുമ്പ് ഞാൻ വായിച്ചതാണ്, ഇനി ഒരിക്കൽ കൂടി അത് ചെയ്യുന്നില്ല. ഏറ്റവും ഒടുവിൽ KPCC അധ്യക്ഷൻ ശ്രീ VM സുധീരൻ പറയുന്നത് പീരുമേട്ടിലെ 750 ഏക്കർ ഭൂമി സർക്കാർ
ഇപ്പോൾ സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറിയിട്ടുണ്ട്. ഈ ഹോപ്പ് പ്ലാന്റേഷൻ കൈമാറിയ ഉത്തരവ് പിൻവലിക്കണം എന്നതാണ്. ഇത് DCCയുടെ ആവശ്യമാണോ? തീർച്ചയായിട്ടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിപ്രായം അതുതന്നെയാണ്. ഈ അവസരത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതാണ് എന്ന് തോന്നുന്നില്ല. ഇതിന്റെ പിന്നിൽ ആരാണ്, എന്താണ്? ഹലോ, ഇതിന്റെ പിന്നിൽ ആരാണ്, എന്താണ്? അല്ല, അതൊന്നും എനിക്കറിയാൻ വയ്യ. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ശരിയല്ല എന്നുള്ള അഭിപ്രായം വളരെ വ്യക്തമാണ്. അത് ബഹുമാനപ്പെട്ട ശ്രീ റോയ് കെ പൗലോസ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടർച്ചയായി ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് റവന്യൂ വകുപ്പിൽ നിന്ന്? സാധാരണക്കാരന് മിച്ച ഭൂമി വകുപ്പിൽ നിന്നുണ്ടായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും തെറ്റാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ചില കാര്യങ്ങളിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ ഇതിനെ ആധാരമാക്കിയിട്ടുണ്ടാകാം, തീരുമാനങ്ങൾ എടുക്കുന്നതിന് സഹായിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ സ്വാധീനിച്ചിട്ടുണ്ടാകാം. എന്തായാലും ഏത് രീതിയിലുണ്ടായ ഒരു ഉത്തരവാണെങ്കിൽ പോലും ഈ ഉത്തരവ് റദ്ദ് ചെയ്യണം എന്നുള്ള വളരെ വ്യക്തമായ അഭിപ്രായമാണ് ഇത് സംബന്ധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. സമീപകാലത്ത് കുമരകത്തെ മെത്രാൻകായലിലെ 378 ഏക്കർ റൈറ്റ്, അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താം. ശ്രീ എ റഹീം, ഇതുമായി തെരഞ്ഞെടുപ്പിന് പോവുകയാണ്, ഞങ്ങളിത് വന്നാൽ റദ്ദ് ചെയ്യും എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ വന്നാൽ റദ്ദ് ചെയ്യുമെന്ന് പറഞ്ഞാൽ റദ്ദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ തന്നെ. അതിനപ്പുറത്തേക്ക് ഞങ്ങളൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യംഗ്യം. അല്ല, അങ്ങനെയല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വന്നാൽ വിവാദമായ ഈ ഉത്തരവുകളെല്ലാം പിൻവലിക്കും എന്നാണ് സഖാവ് കോടിയേരി ഇന്ന് കണ്ണൂരിൽ പറഞ്ഞത്. വിവാദമായ ഉത്തരവുകൾ എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന ഉത്തരവുകൾ മാത്രമല്ല, ഇപ്പോൾ പുറത്തു വന്ന വാർത്താമാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുകയും UDF വല്ലാതെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പ്രതിരോധത്തിലാവുകയും ചെയ്ത കാര്യങ്ങളിലാണ് ഇപ്പോൾ ഇതാ ഈ തൊണ്ടി മുതലെല്ലാം ഞങ്ങൾ തിരിച്ചു വച്ചിരിക്കുന്നു എന്നിവർ കുറ്റസമ്മതം നടത്തുന്നത്. പക്ഷേ അതല്ല, അതിനേക്കാളപ്പുറത്ത് എങ്ങനെയാണ് ഒരു ഔട്ട് ഓഫ് അജണ്ടയായി മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടി പ്രത്യേക താല്പര്യത്തോടുകൂടി വരുന്നു. ഇവിടെ ശ്രീ നികേഷ്, പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവർ പറയുന്ന CM പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, പ്രൊജക്റ്റുമായി ഒരാൾ വന്നാൽ ഞാൻ നേരിട്ട് അക്കാര്യങ്ങൾ ഇടപെടാറുണ്ട്, അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നുവെന്നാണ്. സുശീല ഗോപാലൻ ഇൻഡസ്ട്രി മിനിസ്റ്റർ ആയിരുന്ന സന്ദർഭത്തിലാണ് സിംഗിൾ വിൻഡോ സിസ്റ്റം കൊണ്ടുവരുന്നത്. അത് സ്റ്റേറ്റ് ലെവലിലുണ്ട്, ഡിസ്ട്രിക്ട് ലെവലിലുണ്ട്, ഏരിയ ലെവലിലുണ്ട്. സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലേക്ക് ഒരു ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ, സർക്കാരിൽ വരുന്നൊരു ആപ്ലിക്കേഷൻ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലേക്ക് അയക്കുകയും ആ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൽ എല്ലാ വകുപ്പുകളിൽപ്പെട്ട ഉദ്യോഗസ്ഥരും അതിൽ ഫയലുകൾ കാണുകയും ആ നിലയിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ള ഒരു കീഴ്വഴക്കം ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത്, യഥാർത്ഥത്തിൽ ഇതൊന്നുമില്ലാതെ, ഈ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലേക്ക് ഒന്നും പോകാതെ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ഇക്കാര്യത്തിൽ ചെയ്തിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചും അടൂർ പ്രകാശിന്റെ പ്രത്യേക താല്പര്യത്തിലും നടന്നിരിക്കുന്ന അഴിമതിയാണ്. ആ അഴിമതിയെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കും. അത് ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഞങ്ങൾ കൊടുക്കുന്ന ഉറപ്പ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം എന്നെ അത്ഭുതപ്പെടുത്തിയത് റവന്യൂ മന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള പ്രതികരണമാണ്. ശരിയായിരിക്കാം, റവന്യൂ മന്ത്രിയുടെ മാത്രം താല്പര്യങ്ങളായിരിക്കില്ല ഒരുപക്ഷെ ഈ പറയുന്ന കടുംവെട്ട്, താങ്കളുടെ തന്നെ പ്രയോഗമുണ്ടല്ലോ, കടുംവെട്ട് ക്യാബിനറ്റ്. ആ കടുംവെട്ട് ക്യാബിനറ്റിൽ ഒന്നിച്ചുണ്ടായിരിക്കുന്നത് പല താല്പര്യങ്ങൾ ഒന്നിച്ചു വന്നതായിരിക്കും. അതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങളെല്ലാം ഏറ്റെടുക്കുന്നു എന്ന് മൗനം അവലംബിച്ചുകൊണ്ട്. പക്ഷേ ആദർശ രാഷ്ട്രീയത്തിലെ ചേറ്, അതായത് VM സുധീരൻ, TN പ്രതാപൻ, VD സതീശൻ തുടങ്ങിയവരുടെ ആദർശ കുപ്പായം ഉണ്ടല്ലോ, അതിലെ ചേറ് ജനം തിരിച്ചറിയുമെന്ന് റവന്യൂ മന്ത്രി കണ്ടെത്തുകയാണ്. അതിൻ്റെ അർത്ഥം റവന്യൂ മന്ത്രി എന്താണ് പറയുന്നത്? ഈ പറയുന്ന ഹരിത MLA-മാർക്കും ഹരിത KPCC പ്രസിഡന്റിനും ഒക്കെ തന്നെയും ഈ പറയുന്ന കച്ചവടത്തിൽ പങ്കാളിത്തമുണ്ട് എന്നാണോ? അതോ അവർ പണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്ത കാര്യം എനിക്കറിയാം, അതിൻ്റെയൊക്കെ ഫയൽ എൻ്റെ കയ്യിലുണ്ട് എന്നാണോ? എന്താണ്? റവന്യൂ മന്ത്രിയും TN പ്രതാപനും തമ്മിൽ ഇപ്പോൾ ഫേസ്ബുക്ക് യുദ്ധം നടക്കുകയാണ്. റവന്യൂ മന്ത്രി ഫേസ്ബുക്കിലൂടെ അല്ലാതെ ജനങ്ങളെ, ഇത്രയധികം വിവാദ ഉത്തരവുകൾ വന്നല്ലോ, ജനങ്ങളല്ലേ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ചത്? UDF ഇനി ജനങ്ങളെ നേരിടാനല്ലേ പോകുന്നത്? മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രതിനിധികളല്ലേ ഒരു ജനാധിപത്യത്തിൽ? മുഖ്യമന്ത്രി അഡ്രസ്സ് ചെയ്യുന്നത് പോലെ എല്ലാ ചാനലുകളെയും പത്രങ്ങളെയും വിളിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഇന്നതാണ്. ഒന്നുകിൽ എനിക്ക് തെറ്റുപറ്റി, അല്ലെങ്കിൽ എനിക്ക് തെറ്റുപറ്റിയില്ല, ഔട്ട് ഓഫ് അജണ്ടയിലാണ് ഇത് വന്നത്, ഇന്ന മന്ത്രിയാണ്. ഇപ്പോൾ ഇന്നത്തെ മനോരമ പത്രത്തിൽ നിന്ന് കാര്യം വ്യക്തമാണ്, വ്യവസായ വകുപ്പാണ് അല്ലെങ്കിൽ IT വകുപ്പ് മന്ത്രിയായ കുഞ്ഞാലിക്കുട്ടിയാണ് ഇത് ഔട്ട് ഓഫ് അജണ്ടയിൽ കാര്യങ്ങൾ കൊണ്ടുവന്നത്. ബാക്കി ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നതെന്ന് അദ്ദേഹം പറയട്ടെ എന്നല്ലേ റവന്യൂ മന്ത്രി പറയേണ്ടത്? പകരം ഈ
ഒളിയമ്പുകൾ ചെയ്യുന്നത് ഹരിത MLA-മാർക്കെതിരെയോ അല്ലെങ്കിൽ ആരും ഒറ്റയ്ക്ക് ആദർശധീരനാവാൻ ശ്രമിക്കേണ്ട എന്ന് ശ്രീ VM സുധീരനെതിരായിട്ടോ ഒക്കെയാണ് അത് കോൺഗ്രസിന്റെ പിന്നെ ഉൾപാർട്ടി തർക്കമായിരിക്കും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ സത്യസന്ധമാണെങ്കിൽ, കൈകൾ ശുദ്ധമാണെങ്കിൽ റവന്യൂ മന്ത്രി എന്താ പറയേണ്ടത്? നിങ്ങൾ എനിക്കെതിരെ അന്വേഷിച്ചോളൂ, ഇതാണ് ക്യാബിനറ്റ് ഫയൽ, ഇതാണ് സുതാര്യതയുള്ള ഒരു ഗവൺമെന്റിന്റെ മുമ്പിൽ വന്നിട്ടുള്ള ഫയൽ, ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു, ഇതാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സന്തോഷ് മാധവന്റെ കമ്പനി അല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു, ഇതാണ് ആ ഫയൽ, നിങ്ങൾ ആ ഫയൽ പരിശോധിക്കുന്നല്ലേ പറയേണ്ടത്. അത് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഒളിച്ചോടുകയാണ്, മുങ്ങി നടക്കുകയാണെന്ന് നാട്ടുഭാഷയിൽ പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കടുംവെട്ട് ക്യാബിനറ്റിൽ വന്നിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും പരസ്പരം അറിഞ്ഞു. ഷുക്കൂർ, അതിന് താങ്കളാണ് മറുപടി പറയേണ്ടത്. നമുക്കൊരു ചർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകാം. റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് നേരത്തെ മെത്രാങ്കായലിൻ്റെ തീരുമാനം വന്നതിന് ശേഷം പിറ്റേ ദിവസം ഒരു 10-11 മണിയാവുമ്പോൾ അദ്ദേഹത്തെ മാധ്യമപ്രവർത്തകർ കണ്ടിരുന്നു. അയ്യോ, ഞാൻ KPCC പ്രസിഡന്റ് പറഞ്ഞപ്പോഴാണ് ഈ തീരുമാനം അറിഞ്ഞത് എന്ന് അദ്ദേഹം വിശദീകരിച്ച് മുങ്ങി. ഇപ്പോൾ നിരവധി തീരുമാനങ്ങൾ അടുത്തടുത്ത് വരികയാണ്. അപ്പോൾ ഈ റവന്യൂ മന്ത്രിയെ നാട്ടിൽ കാണാനില്ല. തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണെന്നറിയണം. നിങ്ങളെപ്പോലുള്ള DCC പ്രസിഡന്റുമാർ അഹോരാത്രം UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി, എങ്ങനെയെങ്കിലും ഈ പാലം ഒന്ന് കടന്നു കിട്ടാൻ വേണ്ടി ഏപ്രിൽ മാസത്തെ വെയിൽ കായുന്ന ഘട്ടത്തിലാണ് റവന്യൂ മന്ത്രി ഇമാതിരി തീരുമാനങ്ങൾ എടുത്ത് വിടുന്നത്. റവന്യൂ മന്ത്രി നേരത്തെ ഹരീഷ് വാസവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഇന്നതാണ് തീരുമാനം, ഇത് എനിക്കറിയാത്തതാണ്, എനിക്കറിയുന്നതാണ്, ഇത് ശരിയാണ് തെറ്റാണ്, ഒരു ടെലിഫോണിലെങ്കിലും. ശ്രീ ഷുക്കൂർ, ഇത് അനിവാര്യമല്ലേ നമ്മുടെ നാട്ടിലെ? കേരളമല്ലേ ഇത്? ഇത്രയധികം കൊള്ള നടന്നിട്ട് ഒരാൾ പറയുന്നു, KPCC പ്രസിഡന്റ് പറയുന്നു കൊള്ളയാണ് എന്ന്, KPCC വൈസ് പ്രസിഡന്റ് പറയുന്നത് അതിനേക്കാൾ വലിയ കൊള്ളയാണ് എന്ന്, എന്നിട്ടും വിശദീകരണമില്ല എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് ഞങ്ങളെപ്പോലുള്ളവർ മനസ്സിലാക്കേണ്ടത്? ശ്രീ ഷുക്കൂർ, നികേഷ്, ഇത് വളരെ വ്യക്തമായി KPCC പ്രസിഡന്റും KPCC യോഗവും KPCCയുടെ മറ്റു ഭാരവാഹികളും ജനപ്രതിനിധികളായിട്ടുള്ള MLA-മാരും എല്ലാം പരസ്യമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തതയോടുകൂടി തീരുമാനങ്ങൾ നിയമവിരുദ്ധമാണെങ്കിൽ പിൻവലിക്കപ്പെടണം, റദ്ദ് ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. എന്റെ ചോദ്യത്തിന് താങ്കൾ മറുപടി പറയുന്നില്ല. റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് ആണല്ലോ ഈ ഉത്തരവിന് മറുപടി പറയേണ്ട മന്ത്രി. ആ മന്ത്രി പുറത്തു വന്ന് ഈ തീരുമാനങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നത് സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകേണ്ടത് അനിവാര്യമല്ലേ? ഞാൻ പറയുന്നത് കൊണ്ടല്ല, ഹരീഷ് വാസുദേവൻ പറയുന്നതുകൊണ്ടല്ല, KPCC അധ്യക്ഷൻ പറയുന്നു ഈ കൊള്ളക്ക് കൂട്ടുനിൽക്കാനാകില്ല എന്ന്. അപ്പോൾ റവന്യൂ മന്ത്രി ഈ പറയുന്ന വിധത്തിൽ ആദർശ രാഷ്ട്രീയത്തിലെ ചേർ എന്നൊക്കെ പറഞ്ഞ് വളരെ വേഗമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി രക്ഷപ്പെടാമെന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അത് നടക്കില്ല ശ്രീ ഷുക്കൂർ. അദ്ദേഹം വന്ന് പറയണം ഇതാരാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന്. ആ തീരുമാനത്തിന് അദ്ദേഹം മറുപടി പറയണമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ വായിച്ച ലിസ്റ്റ് 77 വനഭൂമി കയ്യേറിയവർക്ക് പട്ടയം അനുവദിക്കാനുള്ള തീരുമാനം 2005 വരെ നീട്ടിക്കൊടുക്കാനുള്ള തീരുമാനം, അന്നും ഈ പറയുന്ന ഉത്തരവ് മാധ്യമങ്ങളിൽ വന്നപ്പോൾ റദ്ദാക്കി ഓടിക്കളഞ്ഞു. പിന്നെ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങൾ, ഏറ്റവും ഒടുവിൽ ഈ സന്തോഷ് മാധവൻ വരെ ഇത് ഈ കൊള്ളക്ക് കൂട്ടുനിൽക്കാനാകില്ല എന്ന് KPCC അധ്യക്ഷൻ പറയുമ്പോൾ ചേറ് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു പോകാൻ റവന്യൂ മന്ത്രി അനുവദിക്കാനാകില്ല. അദ്ദേഹം മറുപടി പറയണം ആരാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന്. അത് ചെയ്യണ്ടേ ശ്രീ ഷുക്കൂർ? നികേഷേ, വളരെ തുറന്നങ്ങ് പറയാം, ഒരു ജനപ്രതിനിധിയാണ്, ഒരു ഭരണാധികാരിയാണ്, ഒരു പൊതുപ്രവർത്തകരാണ് എങ്കിൽ അത് അടൂർ പ്രകാശനും ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടി വരും. അത് വ്യക്തമാക്കാൻ ബാധ്യസ്ഥനാണ് അടൂർ പ്രകാശ്. റവന്യൂ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ അപ്പോൾ അത് വ്യക്തമാക്കേണ്ടി വരും എന്ന് തന്നെ എന്നെ പോലുള്ള. അത് ചെയ്യുന്നില്ലല്ലോ ശ്രീ ഷുക്കൂർ. വേദനയില്ലേ താങ്കളെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾക്ക്? അത് ചെയ്യുന്നില്ലല്ലോ. ഇതിപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയിക്കൊള്ളട്ടെ, UDF ആയിക്കൊള്ളട്ടെ, ഇത് രണ്ടുമാണല്ലോ മാറി മാറി ഭരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒരു പ്രസിഡൻസ് ഉണ്ടാക്കി വെച്ച, ഒരു കീഴ്വഴക്കം ഉണ്ടാക്കി വെച്ചാൽ ഇനി വരാൻ പോകുന്ന ഗവൺമെന്റും ഇത് തന്നെയായിരിക്കും ചെയ്യുക. മിണ്ടാതിരുന്നാൽ രക്ഷപ്പെടാം. ഞങ്ങൾ ആരും മിണ്ടാതിരിക്കുന്നില്ലല്ലോ നികേഷേ. ഞങ്ങളുടെ KPCC പ്രസിഡന്റ്, ഞങ്ങളുടെ MLA-മാരും നിയമസഭയിൽ പറയേണ്ടതും പുറത്തു പറയേണ്ടതും കൃത്യമായി പറയുന്നില്ലേ?
നിങ്ങളൊക്കെ വിളിക്കുമ്പോ വന്നിരുന്ന് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ലേ? നിങ്ങളുടെ ജനാധിപത്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ശ്രീ ഷുക്കൂർ. താങ്കൾ പറഞ്ഞല്ലോ ഇപ്പോ അടൂർ പ്രകാശിന് വിശദീകരണം നൽകേണ്ടി വരുമെന്ന്. ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു. പക്ഷെ അടൂർ പ്രകാശ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടമായിട്ട് പോലും അത് വിശദീകരിക്കാതെ രക്ഷപ്പെടാം. കാരണം മുൻകാലാനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വിശദീകരിക്കാതെ രക്ഷപ്പെട്ടപ്പോൾ ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ അത് പോയി, അത് കഴിഞ്ഞു എന്ന് വിചാരിച്ച് അടുത്ത വിഷയത്തിലേക്ക് കടന്നിട്ടുണ്ട്. അതുപോലെ കടക്കാം എന്നാണ് അടൂർ പ്രകാശ് വിചാരിക്കുന്നത്. ശ്രീ ഹരീഷ് വാസുദേവൻ, ഇപ്പോൾ ഷുക്കൂറിനെ പോലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു DCC ആണല്ലോ ആലപ്പുഴ DCC. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് മെത്രാൻകായൽ കുംഭകോണം നടന്നിട്ടുള്ളത്. ആ DCC പ്രസിഡന്റ് പറയുന്നു വിശദീകരിക്കാതെ മുന്നോട്ട് പോകാനാകില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, ഹരീഷ് വാസുദേവൻ എന്താണ് കരുതുന്നതെന്ന് എനിക്കറിയില്ല, ഈ അടൂർ പ്രകാശ് ഈ കാര്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല. അടൂർ പ്രകാശ് പറയാൻ പോകുന്നില്ല. അടൂർ പ്രകാശിനെ കൊണ്ട് ഫയൽ എടുപ്പിച്ച കുഞ്ഞാലിക്കുട്ടി പിക്ചറിൽ പോലും വരുന്നില്ല. മുസ്ലിം ലീഗിന് പരിസ്ഥിതി സെല്ലുണ്ട്. അവര് പിന്നെ ഖുർആൻ വിശ്വസിക്കുന്നതനുസരിച്ച് പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതും കുന്നുകളെ നിലനിർത്തേണ്ടതും പടച്ചോൻ പറഞ്ഞിട്ടുള്ള എല്ലാവിധ നീർത്തടങ്ങളും സംരക്ഷിക്കേണ്ടതൊക്കെയാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ച് പാവം ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിളിച്ചതനുസരിച്ച് അവരുടെ പരിസ്ഥിതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പ്രസംഗിക്കാൻ ഞാൻ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോയ ആളാണ്. അപ്പോൾ അവർക്കൊക്കെ പരിസ്ഥിതി നയമുണ്ട്, പരിസ്ഥിതി നിലപാടുണ്ട്. കേരളത്തിൽ ഇനിയൊരു IT കമ്പനിക്ക് വേണ്ടി 1 സെന്റ് നെൽവയൽ പോലും നികത്തില്ല എന്ന് നിയമസഭയിൽ പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി ഔട്ട് ഓഫ് അജണ്ടയിൽ ഫയൽ കൊണ്ടുവന്നിട്ട് ചർച്ചയ്ക്ക് പോലും കിട്ടുന്നില്ലല്ലോ. മുസ്ലിം ലീഗിന് ഒരാളെ പോലും കിട്ടുന്നില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മളോടൊക്കെ വന്ന് വോട്ട് ചോദിച്ച, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇവിടെ പാലും തേനും ഒഴുക്കും എന്നൊക്കെ പറഞ്ഞ് വോട്ട് ചോദിച്ച ശ്രീ AK ആന്റണിയെ മഷിയിട്ട് നോക്കിയിട്ട് കേരളത്തിൽ കിട്ടാനില്ല. ഞാനൊക്കെ ആദർശധീരനായി കണ്ടുകൊണ്ടിരുന്ന ഒരു നേതാവാണ് അദ്ദേഹം. ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞ് കേട്ടില്ല. ഞാൻ ഒറ്റ കാര്യത്തിലേക്ക് വരാം നികേഷ്. ഈ ചർച്ചയൊന്ന് നമുക്ക് കൺസോളിഡേറ്റ് ചെയ്താൽ, നമ്മുടെ വിവാദ ഉത്തരവുകൾ ഇറങ്ങി, അത് പിൻവലിച്ചു, കഴിഞ്ഞോ? പ്രശ്നം അവസാനിച്ചോ? ഞാൻ ചോദിക്കട്ടെ, ഹോം മിനിസ്ട്രിയും വിജിലൻസ് വകുപ്പും കൈകാര്യം ചെയ്തൊരു മന്ത്രിയാണ് കോടിയേരി ബാലകൃഷ്ണൻ. കോടിയേരി ബാലകൃഷ്ണന് കൃത്യമായിട്ട് അറിയാം ശ്രീ VS അച്യുതാനന്ദനെതിരായിട്ടും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് റവന്യൂ മന്ത്രിക്കെതിരായിട്ടും ഭൂമിദാന കേസെടുത്തത് ഈ സർക്കാർ വന്ന ശേഷം. എന്തായിരുന്നു ആരോപണം? പണ്ടെപ്പോഴോ ഭൂമി കിട്ടിയ ഒരു പാവം പട്ടാളക്കാരന്, VS അച്യുതാനന്ദന്റെ ബന്ധുവിന് പണ്ടെപ്പോഴോ AK ആന്റണി സർക്കാർ ഭൂമി പതിച്ചു കൊടുത്തപ്പോൾ, വിൽക്കാനുള്ള അവകാശം കൊടുത്തപ്പോൾ അദ്ദേഹം അത് വാങ്ങാൻ വൈകിയത് കൊണ്ട് 25 വർഷത്തെ കാലതാമസം പുറത്തു കൊടുക്കാൻ തീരുമാനിച്ചു. ക്യാബിനറ്റ് ആ തീരുമാനം എടുത്തപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞു പാടില്ല, അത് റദ്ദാക്കി. ഈ റദ്ദാക്കിയ തീരുമാനം അദ്ദേഹത്തെ വഴിവിട്ട് സഹായിക്കാനാണ് എന്നാരോപിച്ച് ആ കേസ് ഇപ്പോഴും VS അച്യുതാനന്ദനെതിരായി, അന്നത്തെ റവന്യൂ മന്ത്രി KP രാജേന്ദ്രനെതിരായി, അന്നത്തെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി നിവേദിതാഹരനെതിരായി, കാസർഗോഡ് ജില്ലാ കളക്ടർക്കെതിരായി ക്രിമിനൽ കേസെടുത്ത ഒരു സർക്കാരാണ്. ചാനലുകൾ മുഴുവൻ വന്ന് ശ്രീ വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള MLA ആവർത്തിച്ച് അതിനുവേണ്ടി വാദിച്ചവരാണ്. അതേ ന്യായം വെച്ച് നോക്കിയാൽ എന്താണ് കോടിയേരി ബാലകൃഷ്ണൻ പറയേണ്ടത്? ഞങ്ങളുടെ സർക്കാർ വന്നാൽ ക്രിമിനൽ കേസെടുക്കും. ഇത് സെക്ഷൻ 5 ഓഫ് കേരള ലാൻഡ് കൺസർവൻസി ആക്ട് അനുസരിച്ച് കേരളത്തിന്റെ പൊതുഭൂമി കയ്യേറാൻ സഹായിച്ചു, കൂട്ടുനിന്നു, ക്രിമിനൽ ഗൂഢാലോചന നടത്തി, 120B ഇതെല്ലാം ചേർത്ത് ക്രിമിനൽ കേസെടുക്കും ഞങ്ങൾ എന്ന് പറയണ്ടേ? പറഞ്ഞില്ലല്ലോ. അവിടെയാണ് ശ്രീ നികേഷ് കൃത്യമായി ചൂണ്ടിക്കാണിച്ചത്. വിവാദ ഉത്തരവുകൾ ഞങ്ങൾ പിൻവലിക്കും എന്ന് പറഞ്ഞ് CPM കൈയെഴുകാൻ പോവുകയാണ്. ഈ സർക്കാരിന്റെ കാലത്ത് ശ്രീ KPCC പ്രസിഡന്റ് പോലും പറഞ്ഞു വിവാദ ഉത്തരവുകൾ പിൻവലിച്ചില്ലേ, കഴിഞ്ഞില്ലേ എന്ന്. കഴിഞ്ഞില്ല. ആർക്ക് വേണ്ടി ഉത്തരവിറക്കി? ആര് കൂട്ടുനിന്നു? ക്രിമിനൽ കുറ്റം ഇത് തെളിയിക്കപ്പെടണമെങ്കിൽ ഈ ഗവൺമെന്റിന്റെ കാലത്ത് പോലും TN പ്രതാപനെ പോലുള്ളവർ, VD സതീശനെ പോലുള്ളവർ ഉത്തരവ് പിൻവലിച്ചത് കൊണ്ട് മാത്രം ആശങ്ക ഒഴിയുന്നില്ല. ഉന്നതതല അന്വേഷണം വേണം, വൻ സ്രാവുകളെ കണ്ടെത്തണം എന്ന് പറയുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു ക്രിമിനൽ കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആവശ്യം തന്നെയാണ് ഉയർത്തുന്നത്. നിങ്ങളുടെ ഗവൺമെൻറ് വരികയാണ് എങ്കിൽ ആ വരുമ്പോൾ ഇന്ന രീതിയിലാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന് പോലും പറയാൻ കഴിയുന്നില്ല എന്നതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. അതാണിപ്പോൾ ഹരീഷ് വാസുദേവൻ ആവർത്തിക്കുകയും ചെയ്തത്. ഇല്ല, ഹരീഷ് വാസുദേവൻ അങ്ങനെ ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ വിവാദ ഉത്തരവുകൾ പിൻവലിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വിവാദ ഉത്തരവുകൾക്ക് കാരണക്കാരെയെല്ലാം ഞങ്ങൾ രക്ഷപ്പെടുത്തുമെന്നല്ല. വിവാദ ഉത്തരവിന് കാരണക്കാരായവരെ കൃത്യമായി കണക്ക് പറഞ്ഞ് ജയിലിലടയ്ക്കും. അത് ഇക്കാര്യത്തിൽ മാത്രമല്ല, ഈ ഒടുവിൽ വന്ന വിവാദ ഉത്തരവുകൾ മാത്രമല്ലല്ലോ, ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഒത്തിരി കാര്യങ്ങൾ, അതെല്ലാം ഞങ്ങൾ കണക്ക് പറഞ്ഞ് ജനങ്ങളോട് ഞങ്ങൾ ബാധ്യതയുണ്ട്. ജനങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അഴിമതിക്കെതിരായ പോരാട്ടം തന്നെയാണ്. അത് അഴിമതിക്കാരെ കയ്യാമം വെച്ച് ജയിലിലടയ്ക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിൽ ഹരീഷ് വാസുദേവന് യാതൊരു ശങ്കയും അക്കാര്യത്തിൽ വേണ്ട.
രണ്ടാമതൊരു കാര്യം, ശ്രീ എ ഷുക്കൂർ തുടർച്ചയായി പറയുകയാണ്, ഞങ്ങൾ പറയുന്നില്ലേ, ഞങ്ങൾ പ്രതികരിക്കുന്നില്ലേ. ഞാൻ ചോദിക്കുന്നു, ഇച്ഛാശക്തിയുണ്ടോ കെ പി സി സിക്ക്? ഈ അടൂർ പ്രകാശിനെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിവാദ പുരുഷനായി നിൽക്കുന്നു. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന കെ ബാബു ഞങ്ങൾ മത്സരിപ്പിക്കില്ല. അഴിമതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറ്റാരോപിതരായ ആൾക്കാരെ മത്സരിപ്പിക്കില്ല എന്ന നിലപാടെടുക്കാൻ കഴിയോ? അതുപോലും അവർ കഴിയുന്നില്ല. കുറേ വിവാദ ഉത്തരവുകൾ അഴിമതി ഉണ്ടാകുന്നു, അഴിമതിയുടെ പേരിലുണ്ടാകുന്ന വിവാദ ഉത്തരവുകൾ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് തടിതപ്പിപ്പോകുന്നു. യഥാർത്ഥത്തിൽ ഈ പുറത്തു വന്നത് ചെറിയൊരു ഭാഗം മാത്രമാണ്. വിവാദമായ ഔട്ട് ഓഫ് അജണ്ടയുടെ ഭാഗമായിട്ട് വന്ന ഓരോ തീരുമാനവും എടുത്ത് പരിശോധിച്ചാൽ ഏക്കർ കണക്കിന് ഭൂമി ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് ഇവിടുത്തെ പിൻവാതിൽ വഴി പതിച്ചു കൊടുത്തത് നമുക്ക് കാണാനാകും. ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. സമഗ്രമായി നേരത്തെ ഞാൻ ഷുക്കൂർ പറഞ്ഞതിനെ അംഗീകരിക്കുന്നു. ഷുക്കൂർ വളരെ സത്യസന്ധമായി തുറന്നു പറയുകയാണ്, റവന്യൂ മന്ത്രി അടൂർ പ്രകാശിന് ഈ കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തോട് വിശദീകരിക്കേണ്ടി വരും എന്ന്. അത് വളരെ നല്ല കാര്യം ശ്രീ ഷുക്കൂർ അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ. എന്ത് തെറ്റാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നെ സംബന്ധിച്ചൊരു വിശദീകരണം, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തത് ശരിയാണ്, നിങ്ങളാണ് തെറ്റിദ്ധരിച്ചത് എന്നെ സംബന്ധിച്ചൊരു വിശദീകരണം, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇരിക്കുന്ന ചിലർ എന്നെ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടും അവർ എൻ്റെ അധികാരം കവർന്നെടുത്തതുകൊണ്ടുമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അങ്ങനെ പല വിശദീകരണങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടാകാം. അതിന് അടൂർ പ്രകാശിനെ നിർബന്ധിക്കുക തന്നെ വേണം ശ്രീ ഷുക്കൂർ. പക്ഷേ ഇവിടെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നൊരു കാര്യമുണ്ട്. സന്തോഷ് മാധവനാണോ കെ പി സി സി പ്രസിഡന്റിനേക്കാൾ ഈ ഗവൺമെൻറ്റിൽ ഇൻഫ്ലുവൻസ് എന്ന്? അത് ശരിയാണോ എന്ന് തോന്നിപ്പോകും. കാരണം പീരുമേട് 780 ഏക്കർ ഭൂമി സർക്കാർ ഹോപ്പ് പ്ലാന്റേഷന് കൈമാറിയ തീരുമാനം അത് പിൻവലിക്കണമെന്ന് DCC പ്രസിഡന്റ് ആവശ്യപ്പെടുന്നു, KPCC പ്രസിഡന്റ് ആവശ്യപ്പെടുന്നു. ഇതുവരെ ഗവൺമെൻറ് അക്കാര്യത്തിൽ ഒരക്ഷരം പോലും ഉരിയാടുന്നില്ല. പിന്നെ ഈ കരുണ പ്ലാന്റേഷൻ്റെ കാര്യത്തിൽ പോലും KPCC അധ്യക്ഷൻ ഉത്തരവ് റദ്ദാക്കാനാണ് പറഞ്ഞത്, അത് ഗവൺമെൻറ് കേട്ടിട്ടില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. KPCC പ്രസിഡന്റ് പറയുന്നൊന്നും മൈൻഡ് ചെയ്യേണ്ടതില്ല. അതേസമയം സന്തോഷ് മാധവനെ പോലുള്ളവരുടെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കുക, ഇതാണോ ഈ ഗവൺമെൻറ്റിൻ്റെ നയം? ഈ ഗവൺമെൻറ് നയം അതല്ല നികേഷേ. നമ്മൾ എത്രമാത്രം വ്യക്തമായി തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പറഞ്ഞു. ഇപ്പോൾ ഹോപ്പ് പ്ലാന്റേഷൻ്റെ വിഷയം അത് നിയമപരമായി ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞിട്ട് അതിന്മേൽ നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, നടപടി എടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. മറ്റു കാര്യങ്ങളിൽ നടപടി എടുത്തിരിക്കുന്നു. ഇപ്പോൾ സന്തോഷ് മാധവൻ എന്ന് പറയുന്ന പേര് തന്നെ ഒരു ക്രിമിനൽ ആക്ടിവിസത്തിന്റെ ഭാഗമാണ്. ഒരു തർക്കമില്ലാത്ത കാര്യം. പൊതുസമൂഹം ആ മനുഷ്യനെ കാണുന്നത് എങ്ങനെ എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ സന്തോഷ് മാധവന്റെ ഇത്തരത്തിൽ ഈ നടപടി, ഇപ്പോൾ സർക്കാർ എടുത്ത നടപടി ഉടൻ റദ്ദ് ചെയ്യുന്ന നടപടിയിലേക്ക് ഗവൺമെന്റ് പോയി. അപ്പൊ ആ ചെയ്ത നടപടിയെ കുറിച്ചൊന്നും പറയുന്നില്ല. ഏതായാലും വന്ന ഫയല് അംഗീകരിക്കപ്പെടുന്നു, അത് റദ്ദ് ചെയ്യപ്പെടുന്നു. ഷുക്കൂർ, താങ്കൾക്ക് പരിമിതി ഉണ്ടാകും, പക്ഷേ KPCC അധ്യക്ഷൻ പറയുന്നത് ചെയ്യില്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പുവരുത്തുന്നുണ്ട്. കരുണ പ്ലാന്റേഷൻ്റെ കാര്യത്തിൽ KPCC അധ്യക്ഷൻ്റെ നിലപാടിന് എങ്ങനെ എതിരായി കാര്യങ്ങൾ കൊണ്ടുപോകാം എന്ന് പരിശ്രമിച്ചിരുന്നു മുഖ്യമന്ത്രി. KPCC അധ്യക്ഷൻ പറയുന്നതിനനുസരിച്ച് വട്ടം വരയ്ക്കാൻ എന്തായാലും മുഖ്യമന്ത്രി തയ്യാറാകില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് മൂന്നാമത്തെ ഉപാധി അദ്ദേഹം കൂട്ടിച്ചേർത്ത് ആ വിവാദം അവസാനിപ്പിച്ചത്. ഇപ്പോൾ ഹോപ്പ് പ്ലാന്റേഷൻ്റെ കാര്യത്തിനകത്തും കേട്ട ഭാവം നടിക്കുന്നില്ല, ഒരു നടപടിയും എടുക്കുന്നതായി നമ്മൾ കേൾക്കുന്നില്ല. ഹരീഷ് വാസുദേവൻ, ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ KPCC അധ്യക്ഷൻ്റെ കാര്യത്തിൽ പറയുന്നത് ഈ കുപ്പായത്തിലെ ചേറ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആദർശത്തിന് അപ്പോസ്തലൻ എന്നൊക്കെ വിമർശനമുണ്ട്. എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിന് വരുന്നതിന് മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്, KPCC പ്രസിഡന്റ് പറയുകയാണ്, ഇനി ഒരു വിവാദവുമില്ല, ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങളെല്ലാം തന്നെയും സുതാര്യമായിരിക്കണം, ഒരു നടപടിയും വിവാദങ്ങളിലേക്ക് പോകരുത്, ആരും മിണ്ടരുത് എന്ന് KPCC അധ്യക്ഷൻ പറയുന്നു. പക്ഷേ ഗവൺമെൻറ്റോ നേരെ വിപരീതം. ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ, എടുക്കുന്ന തീരുമാനങ്ങൾ, നടപ്പാക്കുന്ന ഉത്തരവുകൾ എല്ലാം വിവാദമയം. എങ്ങനെയാണ് ഒരു കോൺഗ്രസ് പോലുള്ള ഒരു ജനാധിപത്യ പാർട്ടി നയിക്കുന്ന ഗവൺമെൻറ്റിന് ഇങ്ങനെ രണ്ടായി വേർതിരിയാൻ കഴിയുക? അതെനിക്ക് തോന്നുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകതയാണ്. കാരണം 3 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസം
ഒരു ഇത് എനിക്ക് തോന്നുന്നു 22-ാം തീയതി ഒരു ഭൗമദിനത്തിന് തിരുവനന്തപുരത്ത് ഞങ്ങളൊരു പരിസ്ഥിതി കേരള പരിസ്ഥിതി ഐക്യവേദി ഒരു സമരം വിളിച്ചപ്പോൾ അതിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീ VM സുധീരൻ അന്ന് ആവശ്യപ്പെട്ടു സർക്കാരിനോട്, ഈ സർക്കാർ പല നിർണായക പോസ്റ്റുകളിൽ വെച്ചിരിക്കുന്ന ആളുകൾ അടിസ്ഥാന ധാരണയില്ലാത്തവരാണ്, അവരെ ഒഴിവാക്കണം. ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ ചെയർമാൻ, അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ ചെയർമാൻ, അല്ലെങ്കിൽ കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാൻ, ഇവരെയൊക്കെ തിരികെ കയറ്റിയിരിക്കുകയാണ്, അതുകൊണ്ട് അവരെ ഒഴിവാക്കണം. ആരും ചെവിക്കൊണ്ടില്ല. ആറന്മുളയിൽ KGSന് ഭൂമി പതിച്ചു കൊടുത്ത ഉത്തരവ് പിൻവലിക്കണമെന്ന് ആവർത്തിച്ച് ശ്രീ VM സുധീരൻ ആവശ്യപ്പെട്ടു. ഇപ്പോഴും ആ ഉത്തരവ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ശ്രീ VM സുധീരൻ ആവശ്യപ്പെട്ട ഒരുപാട് ആവശ്യങ്ങൾ, ഒരുപാട് കത്തുകൾ അത് നമ്മുടെ മുമ്പിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപക്ഷെ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന് പണ്ട് നമ്മൾ വായിച്ചിട്ടുള്ള പുസ്തകം പോലെ ശ്രീ KPCC പ്രസിഡന്റ് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തുകൾ എന്ന പേരിൽ ഒരു വലിയ പുസ്തകം തന്നെ ഞങ്ങൾ വിവരാവകാശ പ്രകാരം ഇതൊക്കെ എടുത്ത് പബ്ലിഷ് ചെയ്യേണ്ടി വരും. അത്രയും ആവശ്യങ്ങൾ അദ്ദേഹം, വളരെ ജെന്യുവൻ ആയിട്ടുള്ള ആവശ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഏത് സാധാരണക്കാർ കേട്ടാലും KPCC പ്രസിഡന്റിന്റെ കൂടെ നിൽക്കുന്ന ആവശ്യങ്ങൾ. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഒരു ഭരണശൈലി നിങ്ങൾ കണ്ടിട്ടില്ലേ? നികേഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ 2 ദിവസം പറയും, അത് കഴിയുമ്പോൾ അടുത്ത വിഷയം ചാനലുകൾ എടുത്തോളും. ഞാൻ ചാനലുകൾ കാണാറില്ല, ഞാൻ പത്രത്തിൽ വരുന്നതൊന്നും വായിക്കാറില്ല എന്നാണ് അദ്ദേഹം ചാനലുകളോട് സാധാരണ പറയാറുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ഇത് മൈൻഡ് ചെയ്യേണ്ട. കാരണം കേരളത്തിലെ പ്രമുഖ 2 പത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. ഇന്ന് സന്തോഷ് മാധവൻ ഒരു തലവാചകം പോലും ഇല്ലാതെയാണ് മാതൃഭൂമി പത്രവും മനോരമ പത്രവും ഈ വിവാദ ഉത്തരവ് പിൻവലിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഈ പ്രമുഖ പത്രങ്ങൾ നാട്ടിലെ വലിയ നെൽവയൽ നീർത്തടം നികത്തി IT പാർക്കുകൾക്ക് അനുവദിച്ച ഭൂമി വിവാദ ഉത്തരവ് റദ്ദാക്കി. വായിക്കുന്ന സാധാരണക്കാരൻ വിചാരിക്കും ഉമ്മൻചാണ്ടി സർക്കാർ പാവം ഏതോ നെൽവയൽ നികത്തി 10,000 ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു പദ്ധതി കൊണ്ടുവരാൻ ശ്രമിച്ചത് കുറെ വികസനം മുടക്കികളും ഇടതുപക്ഷവും കൂടെ ചേർന്ന് മുടക്കി എന്നാണ് മനോരമയുടെ വാർത്ത കണ്ടാൽ തോന്നുക. മാതൃഭൂമിയുടെ വാർത്തയ്ക്കകത്തും സന്തോഷ് മാധവൻ എന്ന വാക്കുപോലുമില്ല, ആരോപണം എന്ന് മാത്രമാണുള്ളത്. അകത്ത പേജിൽ എവിടെയോ ആണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൃത്യമായി റിപ്പോർട്ട് ചെയ്തു. ഗവൺമെന്റ് ഒന്ന് ആടി ഉലഞ്ഞിരുന്നു. വലിയ തോതിൽ വിവാദത്തിലേർപ്പെട്ട് ആ സർക്കാരിന്റെ പ്രതിച്ഛായ ഒന്ന് താഴേക്ക് പോവുകയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെ തുടർന്ന് ഈ ഗവൺമെൻറ് അധികാരം ഒഴിയാൻ പോവുകയാണ് എന്ന് തോന്നലുണ്ടാക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഒന്ന് കരകയറി വന്നിരുന്നു, UDF ഒന്ന് മെച്ചപ്പെട്ടു വന്നിരുന്നു. അപ്പോഴാണ് ഈ കടുംവെട്ട് ക്യാബിനറ്റ് വരുന്നത്, ഈ തീരുമാനങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കുന്നത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ ഈ വിഷയങ്ങളുമായിട്ടാണ് പോവുക എന്നുള്ളതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ശ്രീ ഷുക്കൂർ താങ്കൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അവസാന ദിവസങ്ങളിൽ ഉണ്ടായ ചില സംഭവങ്ങൾ, ഐസ്ക്രീം പാർലർ 2, R ബാലകൃഷ്ണപിള്ളയുടെ ശിക്ഷ തുടങ്ങിയ കാര്യങ്ങളാണ്. അതൊക്കെ ഒരുപക്ഷെ ഒരാഴ്ച കൂടി അപ്പുറത്തേക്കാണ് ഉണ്ടായതെങ്കിൽ കാര്യങ്ങൾ മാറി വരുമായിരുന്നു. അവസാന തീരുമാനങ്ങൾ അവസാന ദിവസങ്ങളിൽ ഉണ്ടാകുമ്പോൾ ആ ഗവൺമെൻറ്റിനെ UDFനെ ആളുകൾക്ക് മടുക്കുകയും 72 സീറ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ 100 സീറ്റിൽ അധികാരത്തിൽ വരും എന്ന് പ്രവചിക്കപ്പെട്ടതായിരുന്നു ഒരു 6 മാസം മുമ്പ്. ഇപ്പോൾ UDF ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഒന്ന് കരകയറി വരുമ്പോൾ നിങ്ങളെ തീർത്തും അവതാളത്തിലാക്കിക്കൊണ്ട്, സാധ്യതകൾ തീർത്തും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ തീരുമാനങ്ങൾ വരികയാണ്. തീരുമാനങ്ങൾ എടുക്കുന്നത് 1-2 ആളുകളായിരിക്കും, 1-2 ആളുകളുടെ താല്പര്യമായിരിക്കും ഒരുപക്ഷെ UDFനെ ആകെ തന്നെ അവതാളത്തിലാക്കുന്നത്. അവർക്ക് ശിക്ഷ കൊടുത്താൽ അല്ലേ ഷുക്കൂർ നിങ്ങൾ ആകെ തന്നെയും സത്യസന്ധരാണ് എന്നോ അല്ലെങ്കിൽ നിങ്ങളൊന്നും ഇതിൽ പങ്കാളികളല്ല എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമാകൂ. എന്തിന് ഷുക്കൂർ തോക്കണം അടൂർ പ്രകാശിന് വേണ്ടി? നികേഷേ, ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം ജനങ്ങൾക്കുമുണ്ട്, ഗവൺമെന്റിനുണ്ട്, നമുക്കെല്ലാവർക്കുമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ അവസാന കാലഘട്ടങ്ങളിലും നികേഷ് തന്നെ അറിയാം എങ്ങനെയാണ് ഐസ്ക്രീം പാർലർ നമ്പർ 2, നമ്പർ 1 ഒക്കെ വന്നതെന്നും അതുമൊക്കെ. ഒന്ന് ഞാൻ ഇടപെട്ടോട്ടെ ആ വിഷയത്തിൽ ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. ശരിയാണ്, അങ്ങനെയുള്ള ആരോപണങ്ങൾ. ഇപ്പോൾ സോളാറിൻ്റെ പുതിയ എന്തെങ്കിലും തെളിവുകളാണ് പുറത്തു വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. ഐസ്ക്രീം പാർലറിൻ്റെ എന്തെങ്കിലും പുതിയ ആരോപണങ്ങളാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന്. ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ അവസാന ക്യാബിനറ്റ് ഫയൽ തീർപ്പാക്കുമ്പോൾ നടത്തിയ കടുംവെട്ടാണ് എന്നെല്ലാവർക്കും ബോധ്യമുണ്ട് ഷുക്കൂർ. അതുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ളവർക്ക് ചർച്ചയിൽ വരുമ്പോൾ പോലും അത്തരത്തിലുള്ള ഒരു പോസ്റ്ററിങ് എടുത്ത് രക്ഷപ്പെടാൻ കഴിയാത്തത്. അല്ല നികേഷേ,
ഇത്തരത്തിലുള്ള കടുംവെട്ട് മറ്റു തരത്തിലുള്ള പ്രയോഗമൊക്കെ നടക്കട്ടെ. ജനാധിപത്യത്തിൻ്റെ ഭാഗമായി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഏതെല്ലാം തരത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താം, അതൊരു പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനയുടെ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ അവർക്ക് അനിവാര്യമായ ഒന്നാണ്. അതൊന്നും ശരിയല്ല ഞാൻ പറയുന്നില്ല. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, ഈ കടുംവെട്ട് ക്യാബിനറ്റ് എടുത്ത തീരുമാനങ്ങൾ നിങ്ങൾക്കിപ്പോൾ പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. എൻ്റെ ചോദ്യം ഇതായിരുന്നു, നിങ്ങളൊക്കെ സുതാര്യമായ വ്യക്തി ജീവിതമാണ്, രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നതെങ്കിൽ ഉത്തരവാദികൾ ഇന്നവരാണ്, ഞങ്ങൾക്കതിൽ പങ്കില്ല, UDF ആകെ അതിൽ പങ്കില്ല എന്ന് വ്യക്തമാക്കി മുന്നോട്ട് പോയാലേ കഴിഞ്ഞ തവണത്തെ അവസ്ഥ UDF ഇല്ലാതിരിക്കുകയുള്ളൂ. കഴിഞ്ഞ തവണ 100 സീറ്റ് ജയിക്കേണ്ടതായിരുന്നു. 1500 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ഇത്തവണ നിങ്ങളൊന്ന് മെച്ചപ്പെട്ട് വരുമ്പോൾ ഈ കടുംവെട്ട് ക്യാബിനറ്റ് ചെയ്ത പണികളെല്ലാം തന്നെയും നിങ്ങളുടെ ആകെ സാധ്യതകളെ ഇല്ലാതായ്മ ചെയ്യുകയാണ്. അത് തുറന്നു പറയാൻ ഷുക്കൂർ തയ്യാറുണ്ടോ? കഴിഞ്ഞ തവണത്തെ UDFന്റെ എണ്ണം കുറഞ്ഞതിൻ്റെ ന്യായീകരണം അല്ലെങ്കിൽ ഒരു അവലോകനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നികേഷ് പറഞ്ഞതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത് ചില ചെപ്പിടി വിദ്യ, ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കൽ, ചില തട്ടിപ്പ് രാഷ്ട്രീയമായത് അന്നത്തെ ഭരണപക്ഷം ചെയ്തു. അത്തരത്തിലുള്ള തട്ടിപ്പ് ജനങ്ങളെ പറ്റിക്കുന്ന ചില ഏർപ്പാട് 4.25 വർഷക്കാലവും ചെയ്യാത്തത് അവസാനത്തെ 3 മാസം കൊണ്ട് ചെയ്തു. ശരി, അത് ജനങ്ങള് കഴിഞ്ഞ തവണത്തെ ചർച്ച ചെയ്തില്ല. പക്ഷേ ഈ ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോകാൻ LDF ശ്രമിക്കുകയാണ്. അതിന്റെ പ്രഖ്യാപനം ഇന്ന് കണ്ണൂരിൽ കോടിയേരി നടത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കിത് വെറും ആരോപണങ്ങളാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയാത്ത തീരുമാനങ്ങൾ ഗവൺമെൻറ് ഓർഡറായി അടിച്ച് നമ്മുടെ മുന്നിലുണ്ട്. അതും വന്നത് മാത്രം. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? അവസാന ക്യാബിനറ്റിലെടുത്ത തീരുമാനങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്നു എന്നാണ്. അതായത് എടുത്ത തീരുമാനങ്ങളിൽ ഇനിയും വലിയ കുംഭകോണങ്ങളുണ്ട്. അതാരും അറിയാതെ ഒളിച്ചു കടത്താനുള്ള ശ്രമമായിരിക്കും ഒരുപക്ഷെ നടത്തുക. ആ കടുംവെട്ടിന് ഉത്തരം പറയേണ്ടി വരിക നിങ്ങളെപ്പോലുള്ള പാവപ്പെട്ട കോൺഗ്രസ്സുകാരാണ് എങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ആര് എന്ന് സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതായിരിക്കും കുറെ കൂടി രക്ഷപ്പെടാൻ നല്ല വഴി. ശ്രീ ഷുക്കൂർ, ഒരിക്കലും നികേഷ അങ്ങനെ പറഞ്ഞു പോകണ്ട. കാരണം ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് സതുദ്ദേശത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കപ്പെടുകയും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കുകയും റദ്ദ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റിന്റെ നല്ല നടപടിയെ അത്തരത്തിൽ കണ്ട് അത് രാഷ്ട്രീയമാണ്, തെരഞ്ഞെടുപ്പാണ്, തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ഇങ്ങനെയും വരാം. പക്ഷേ അതിന്റെ സതുദ്ദേശം, ഞങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന്റെ സതുദ്ദേശം ജനങ്ങളോട് വിശദീകരിക്കും, ജനങ്ങളുമായി സംവദിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് തന്നെ ചെയ്യും. ഷുക്കൂറിന് പറയാൻ കഴിയുന്ന വിധത്തിലൊക്കെ ഷുക്കൂർ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന വിധത്തിലൊന്നും നിങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ് പരാതി. ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നവർ കൽത്തുറുങ്കിൽ അടക്കപ്പെടും എന്നുള്ളതായിരുന്നു കേരളത്തിൽ വലിയ തോതിൽ അഴിമതി ഇല്ലാതാകാൻ കാരണം. പക്ഷേ ഞാൻ കഴിഞ്ഞ ചർച്ചയിലും അത് ഉന്നയിച്ചു. കഴിഞ്ഞ 10-15 വർഷമായി അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഇല്ല. എന്തും ചെയ്യാം, അടുത്ത ഗവൺമെൻറ് അത് ഒളിപ്പിച്ചു വെച്ചുകൊള്ളും എന്നുള്ളൊരു തോന്നൽ. അത് തന്നെയാണ് നേരത്തെ ശ്രീ ഹരീഷ് വാസുദേവനും പറഞ്ഞത്. അടുത്ത തവണ ഈ തീരുമാനങ്ങൾ പിൻവലിച്ചുകൊണ്ടുള്ള സാധാരണ ദിവസങ്ങൾ എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും കേരളം പ്രതീക്ഷിക്കേണ്ട. അങ്ങനെയല്ല, വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ അഴിമതിയുടെ ഒരു പരമ്പര തന്നെയാണ് UDF ഗവൺമെൻറ് കാലത്തുണ്ടായത്. ഏറ്റവും ഒടുവിൽ വന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ചയ്ക്കെടുക്കുന്നത്. ഞാനതിൽ നിന്ന് വിഷയം വേർതിരിഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടുത്തെ പ്രശ്നം കൽത്തുറുങ്കിൽ അടക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 2 കാര്യങ്ങളാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരം പ്രോജക്റ്റുകളോടുത്ത സമീപനം എന്ത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്തെ സുതാര്യത എന്ത്, UDF ഗവൺമെൻറ് കാലത്തെ അഴിമതി എന്ത്, ഇത് തമ്മിലുള്ള താരതമ്യം തന്നെയായിരിക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ശ്രീ A. ഷുക്കൂർ എത്രമാത്രം പ്രയാസപ്പെട്ടാണ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് കോൺഗ്രസ് ഇങ്ങനെ തരം താഴുന്നത്? AICC ഇതൊരു നിലപാട് പറഞ്ഞിട്ടില്ല. നേരത്തെ ശ്രീ ഹരീഷ് വാസുദേവൻ സൂചിപ്പിച്ചു, AK ആന്റണി മിണ്ടുന്നില്ല. VM സുധീരൻ എത്ര കണ്ട് നിവർത്തി കെട്ടിട്ടാണ്. ഇപ്പോൾ ബാർ കുംഭകോണത്തിൽ VM സുധീരൻ എടുത്ത നിലപാട് ഇതായിരുന്നില്ല. ഇതിനു മുമ്പ് വന്ന സോളാർ വെളിപ്പെടുത്തലുകളിൽ അദ്ദേഹം എടുത്ത നിലപാട് ഇതായിരുന്നില്ല. ഇങ്ങനെ ഇതിന് തൊട്ട് മുമ്പ് വന്ന പല അഴിമതി കാര്യങ്ങളിലും പാർട്ടിയെയും UDF നെയും ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ച VM സുധീരൻ പോലും
ഇക്കാര്യത്തിൽ നിവർത്തികേട് കൊണ്ട് ഇടപെടുകയാണ്. കാരണം എന്താ, ഇത് വളരെ കൃത്യമായി ഗവൺമെൻറ് ക്യാബിനറ്റ് എടുത്ത തീരുമാനമാണ്. ആ തീരുമാനം എന്ന് പറയുന്നത് പൂർണ്ണമായും ബാക്ക്ഡോർ വഴി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വരുന്ന വില വരുന്ന ഭൂമി കൊടുക്കുകയാണ്. ഞാൻ ശ്രീ എ ഷുക്കൂറിനോട് ചോദിക്കട്ടെ, നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞതായിരുന്നു പാവപ്പെട്ടവർക്ക് ഭൂമി കൊടുക്കും. ഒരുപാട് പട്ടയങ്ങൾ പലരുടെയും പേരിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സോണിയ പട്ടയം എന്നൊരു പട്ടയമുണ്ട്. സോണിയാഗാന്ധിയെ കൊണ്ടുവന്ന് നിങ്ങൾ ആഘോഷപൂർവ്വം പാവങ്ങൾക്ക് പട്ടയം കൊടുത്തു. ആ പട്ടയത്തിന്റെ പേപ്പർ അല്ലാതെ ഒരു തുണ്ട് ഭൂമി കിട്ടിയോ? അത് കൊടുക്കാൻ എന്തേ നിങ്ങൾ ഈ വ്യഗ്രത കാണിക്കാത്തത്? ഇലക്ഷൻ കമ്മീഷനെ കുടിവെള്ളം കൊടുക്കുന്നില്ല. കുടിവെള്ളം കൊടുക്കുന്നതിന് വേണ്ടി ഉന്നത തല സംഘം പരിശോധിക്കുകയാണ് എന്നാണ് ഇന്ന് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ലഭ്യമാകുന്ന വിവരം. അതായത് ഈ പറയുന്ന ചില കമ്പനികളുടെ പേരിൽ കള്ളസ്വാമികൾ, കൊള്ളക്കാർ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന പരിശോധനയായിരിക്കും നടത്തുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പറയുന്ന തീരുമാനങ്ങളെല്ലാം തന്നെയും പല കോണുകളിൽ നിന്ന് വന്നിട്ടുള്ളതായിരിക്കും, പല ആളുകളുടെ ശുപാർശ പ്രകാരം എടുത്തിട്ടുള്ളതായിരിക്കും. ആ ശുപാർശ ചെയ്യുന്ന ആൾക്കേ അറിയൂ ഇത് ആരാണ് ഇതിൻ്റെ ബെനിഫിഷ്യറി എന്ന്. ക്യാബിനറ്റിന് ആകെ അറിയില്ല. ഇപ്പോൾ 10,240 ഫയൽ ഒന്നിച്ച് പാസ്സാക്കുകയല്ലേ ചെയ്യുന്നത്, 1-2 മണിക്കൂർ ചേരുന്ന ക്യാബിനറ്റിൽ. ചില കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ട് പോയിട്ടുണ്ടാകും. അതിൻ്റെ ഒരു പരിശോധന ഇപ്പോൾ നടക്കുന്നത് സ്വാഗതാർഹമായി നമുക്ക് കാണാം. പൊതുവായി ഇപ്പോൾ നടക്കുന്നത് തീവട്ടിക്കൊള്ള നടത്തിയ ഇത്തരത്തിൽ നിയമവിരുദ്ധമായി ഇറക്കിയ ഉത്തരവുകൾ ഏതൊക്കെ ഇനി പുറത്തു വന്ന് വിവാദമുണ്ടാക്കാതെ പിൻവലിക്കാം. 1. 2, അതുമായി ബന്ധപ്പെട്ട ഫയലുകൾ തീർത്ത് എങ്ങനെ രേഖകൾ പുറത്തു കൊടുക്കാതിരിക്കാം. 3, അത്തരം പരിശോധനകൾ കഴിഞ്ഞതിന് ശേഷം ഫയൽ ഡിസ്ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഫയൽ ഡിസ്പോസ്ഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ, ഞാൻ RTI പ്രകാരം ചോദിക്കുമ്പോൾ ഇപ്പോൾ 3 വർഷം 2 വർഷം പഴക്കമുള്ള രേഖകൾ പോലും ഫയൽ ലഭ്യമല്ല എന്ന തരത്തിൽ അത് നശിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ചക്കട്ടപ്പാറയിൽ നമ്മൾ കണ്ടതാണല്ലോ. നമ്മൾ ചക്കട്ടപ്പാറയിലെ ഒരു ഉദാഹരണം നമ്മൾ മറന്നു പോകരുത്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം 2000 ഏക്കർ സ്ഥലം വനഭൂമി, കേരളത്തിൽ അതിൽ 200 ഏക്കർ വനഭൂമി ഒരു സ്വകാര്യ കമ്പനിക്ക് ഖനനത്തിന് കൊടുത്ത കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ ശ്രീ ഇളമരങ്കരി. ഈ സർക്കാർ വന്നപ്പോൾ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുകയും ആ ഉത്തരവ് റദ്ദാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. റദ്ദാക്കി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പത്രങ്ങളും ചാനലുകളും വാർത്തയും കൊടുത്തു. ഇതുവരെ റദ്ദാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇളമരങ്കരിയുമെതിരായ അന്വേഷണം പോലും പിൻവലിച്ചു. അപ്പോൾ പരസ്പര സഹായ സംഘമായി ഒരു വിഭാഗം ആളുകൾ CPM-നകത്തും അതുപോലെ UDF-നകത്തുമുണ്ട്. ഇവർക്കിടയിൽ ഒരു പാലമുണ്ട്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രേഖകൾ ഇല്ലാതാക്കും. ഈ സർക്കാർ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഈ പരിശോധന ഞാൻ സ്വാഗതം ചെയ്യാമായിരുന്നു. ആ പരിശോധനയുടെ ഫലമായി ഇതാ നിങ്ങളുടെ രേഖകൾ, ഇതാ ഞങ്ങൾ പരിശോധിച്ച ക്യാബിനറ്റ് റിപ്പോർട്ടുകൾ, ഇതാ ഉദ്യോഗസ്ഥർ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു, ഇന്ന ഉദ്യോഗസ്ഥരാണ് തെറ്റ് ചെയ്തത്, അവരെ ഞങ്ങൾ മാതൃകാപരമായി ശിക്ഷിക്കും. അങ്ങനെയല്ലല്ലോ. തെളിവ് നശിപ്പിക്കലാണ് ഇപ്പോൾ നടക്കുന്നത്. അത് മറ്റൊരു ക്രിമിനൽ കുറ്റമാണ്. ഷുക്കൂർ റോയ്ക്കെ പോലോസ്, വളരെ നന്ദി ഈ വിഷയത്തിൽ സംസാരിച്ചതിന്.